പശ്ചിമേഷ്യയിലെ ഗസയിൽ സമാധാനത്തിൻ്റെ വെള്ളരിപ്രാവുകൾ പറക്കാൻ പോകുന്നു. അവിടെ വെടിനിർത്തൽ കരാർ നിലവിൽ വന്നു എന്നുള്ളതാണ്. അമേരിക്ക, ഖത്തർ, ഈജിപ്റ്റ് എന്നീ രാജ്യങ്ങളുടെ നേതൃത്വത്തിൽ നടന്ന മധ്യസ്ഥ ചർച്ചകൾ ഫലം കാണുന്നു എന്നുള്ളതാണ്. എത്രയോ അമ്മമാരുടെയും കുഞ്ഞുങ്ങളുടെയും കൊലപാതകത്തിന് സാക്ഷ്യം വഹിച്ച പശ്ചിമേഷ്യ സമാധാനത്തിൻ്റെ വഴിയിലേക്ക് യാത്രയാകുന്നു എന്നുള്ള ഏറ്റവും സന്തോഷകരമായ വാർത്ത. സമാധാനം കാക്ഷിക്കുന്ന ഏതൊരു ലോക പൗരനും താല്പര്യമുള്ള വാർത്തയാണ് വരുന്നത്. ഈ വെടിനിർത്തൽ കരാർ ഈ ഞായറാഴ്ച മുതൽ നിലവിൽ വരും എന്നറിയുന്നു. കൂടുതൽ വിശദാംശങ്ങളുമായി സെൻട്രൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് നമ്മുടെ പ്രതിനിധി മധു കൊട്ടാരക്കര തത്സമയം ചേരുകയാണ്. മധു, ഗുഡ് മോർണിംഗ്. ഈ നെയ്യാറ്റിൻകരയിലെ ഗോപൻ സ്വാമിയുടെ ഈ ദുരൂഹത മാറ്റുന്ന തിരക്കിൽ നമുക്ക് ഈ വാർത്ത കൊടുക്കാൻ കഴിഞ്ഞില്ല. ഈ വാർത്തയുടെ കൂടുതൽ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് എന്തൊക്കെയാണ്? 15 മാസം നീണ്ടുനിന്ന ഗസയിലെ ഇസ്രായേൽ ഹമാസ് യുദ്ധം ഒടുവിൽ അവസാനിക്കുന്നു എന്നുള്ള വാർത്തകളാണ് നമുക്ക് ഈ പ്രഭാതത്തിൽ ലഭിക്കുന്നത്. വെടിനിർത്തൽ കരാർ ഇരുപക്ഷവും അംഗീകരിച്ചതായി ഈ ചർച്ചകൾക്ക് നേതൃത്വം കൊടുത്ത മധ്യസ്ഥരാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. അന്തിമമായി ഔദ്യോഗികമായി ഇനി ഇസ്രായേലിൻ്റെ വാർ ക്യാബിനറ്റ് കൂടി അംഗീകരിക്കുന്നതോടുകൂടി ഈ കരാർ നിലവിൽ വരും. ഇത് ചില നടപടിക്രമങ്ങൾ മാത്രമായിരിക്കും. ടെലിഗ്രാമിലെ ഒരു പ്രസ്താവനയിൽ ഹമാസ് ഈ വെടിനിർത്തൽ കരാർ അവർ അംഗീകരിച്ചതായി സ്ഥിരീകരിച്ചിട്ടുണ്ട്. അവർ പറയുന്നത് നമ്മുടെ ജനങ്ങളുടെ നേട്ടമെന്നാണ് ഇവർ അതിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. അതുമാത്രമല്ല, ഈ യുദ്ധത്തെ അഭിമുഖീകരിക്കുന്ന ഗസക്കാരുടെ ഒരു ഐതിഹാസിക അവരുടെ പ്രതിരോധ ശേഷിയൊക്കെ ഈ ഹമാസ് പ്രശംസിക്കുകയും ചെയ്തിട്ടുണ്ട്. 42 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ വെടിനിർത്തൽ കരാർ നടപ്പിലാകുന്ന സമയത്ത് യുദ്ധം പൂർണ്ണമായും അവസാനിപ്പിക്കാനുള്ള ചർച്ചകൾ, അതിൻ്റെ ശ്രമങ്ങളുമൊക്കെ ഒരു വശത്ത് നടക്കുകയും ചെയ്യും. വെടിനിർത്തൽ കരാർ ഞായറാഴ്ച മുതൽ പ്രാബല്യത്തിൽ വരുമെന്ന് ഈ ചർച്ചകൾക്ക് കളമൊരുക്കിയ ഈ ഖത്തറിൻ്റെ പ്രധാനമന്ത്രി മുഹമ്മദ് അൽ ഥാനി പറഞ്ഞു. അതുപോലെ കരാർ സാധ്യമായതായി ഒരു US പ്രസിഡന്റ് ജോ ബൈഡൻ്റെ ഔദ്യോഗിക പ്രഖ്യാപനവും ഉച്ച കഴിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു. കരാറിലെ ചില കാര്യങ്ങൾ വിശദമായി പരിശോധിക്കണമെന്ന് എന്നാൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ ഓഫീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ വ്യാഴാഴ്ച രാവിലെയോടുകൂടി ഇതിന് പരിഹാരം ഉണ്ടാകുമെന്നുള്ളൊരു പ്രതീക്ഷയാണുള്ളത്. ഹമാസിൻ്റെ തടങ്കലിൽ ഇനിയും ഏതാണ്ട് 100ഓളം ബന്ദികളുണ്ടെന്നാണ് ഒരു കണക്കുകൂട്ടൽ. ഇതിൽ 33 പേരെ ആയിരിക്കും ഉടനടി വിട്ടയക്കുക. 100 കണക്കിന് പാലസ്തീൻകാരെ പകരം ഇസ്രായേൽ ജയിലുകളിൽ നിന്ന് മോചിപ്പിക്കാനും കരാറിൽ പറഞ്ഞിട്ടുണ്ട്. ഇസ്രായേൽ കരുതുന്നത് 35 പേരെങ്കിലും കൊല്ലപ്പെട്ടിട്ടുണ്ടായിരിക്കുമെന്നാണ്. ഈ ബന്ദികൾ മോചിതരാകുകയും അതുപോലെ ഈ കുടിയൊഴിപ്പിക്കപ്പെട്ട പാലസ്തീൻകാർക്ക് അവരുടെ ഭവനങ്ങളിലേക്ക് മടങ്ങാനാകുമെന്ന് ജോ ബൈഡൻ ഇന്ന് വൈറ്റ് ഹൗസിൽ അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ വ്യക്തമാക്കുകയുണ്ടായി. അതുമാത്രമല്ല, ആയിരക്കണക്കിന് നിരപരാധികൾ കൊല്ലപ്പെട്ടു എന്ന് ബൈഡൻ പറയുന്നു. പല സമൂഹങ്ങളും നശിക്കപ്പെട്ടു. അതുപോലെ ഈ യുദ്ധം അവസാനിക്കുന്നതോടെ ഗസയുടെ പുനർനിർമ്മാണം സാധ്യമാകുമെന്നാണ് ബൈഡൻ പ്രത്യാശയും പ്രകടിപ്പിക്കുകയുണ്ടായി. ബൈഡൻ പടിയിറങ്ങുകയാണ് മണിക്കൂറുകൾക്കകം. താൻ അധികാരം ഏറ്റെടുക്കും മുമ്പ് തന്നെ ഈ വെടിനിർത്തൽ കരാർ നടപ്പിലാക്കിയിരിക്കണമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ ഒരു വിരട്ടൽ ഉണ്ടായിരുന്നു. അത് ഫലം കണ്ടുവെന്ന് വിശ്വസിക്കുന്നവരും ധാരാളം പേർ അമേരിക്കയിലുണ്ട്. ബെഞ്ചമിൻ നെതന്യാഹു ഈ നിയുക്ത പ്രസിഡന്റ് ട്രംപിനും ജോ ബൈഡനും നന്ദി പറയുകയുണ്ടായി. ഈ ജോ ബൈഡനും ബെഞ്ചമിനും തമ്മിലുള്ള സൗഹൃദം ഏതാണ്ട് 4 പതിറ്റാണ്ടിലേറെയുള്ളൊരു സൗഹൃദമാണ്. രാഷ്ട്രീയത്തിൽ ഇറങ്ങുമ്പോൾ തന്നെ ജോ ബൈഡനും ബെഞ്ചമിൻ നെതന്യാഹുവും തമ്മിലുള്ള സൗഹൃദം ഉണ്ടായി. 50 വർഷം പൂർത്തീകരിക്കുന്ന ബൈഡന് സമാധാനത്തോടെ പടിയിറങ്ങുവാൻ സാധിക്കും. റീന സതീശൻ പറയുന്നു, PP സാറിൻ്റെ മകൻ്റെ കല്യാണമൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും യുദ്ധം മാറി സമാധാനത്തിൻ്റെ വാർത്ത പറയാനുള്ള ഭാഗ്യം അദ്ദേഹത്തിന് ഉണ്ടാകട്ടെ. മിക്കവാറും ഉണ്ടാകുമായിരിക്കും അല്ലേ? ഈ കല്യാണത്തിന് ജെയിംസാന് ലഭിക്കുന്ന ഏറ്റവും വലിയ സമ്മാനമായിരിക്കും ഈ ഗസയിലെ വെടിനിർത്തൽ. വെരി ഗുഡ്, വെരി ഗുഡ്. എന്തായാലും ഈ വെടിനിർത്തൽ പ്രഖ്യാപനം ഒരു കല്യാണ ഗിഫ്റ്റായി നമ്മൾ താങ്കൾക്ക് സമ്മാനിക്കുന്നു, PP ജെയിംസ്.